22 വർഷങ്ങൾ നീണ്ട സേവനത്തിനു ശേഷം വീഡിയോ കോൺഫറൻസ് പ്ലാറ്റ്ഫോമായ സ്കൈപ്പ് മൈക്രോസോഫ്റ്റ് അടച്ചുപൂട്ടുന്നുവെന്ന റിപ്പോർട്ട്. ഈ മെയ് മാസം മുതൽ സ്കൈപ്പിനെ ഉപയോക്താക്കൾക്ക് ലഭിക്കില്ലെന്നാണ് എഗ്ഡിയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഇതു സംബന്ധിച്ച മുന്നറിയിപ്പ് സന്ദേശം ഉടൻ തന്നെ ഉപഭോക്താക്കൾക്ക് ദൃശ്യമാകുമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. എന്നാൽ സ്കൈപ്പ് അടച്ചുപൂട്ടുന്നു എന്ന വാർത്തയിൽ പ്രതികരണത്തിനായി മൈക്രോസോഫ്റ്റിനെ എക്സ്ഡിയെ സമീപിച്ചുവെങ്കിലും കമ്പനി ഇക്കാര്യത്തിൽ വ്യക്തമായ മറുപടി പറഞ്ഞിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. സ്കൈപ്പ് 2025 മെയ് മാസത്തോടെ പ്രവർത്തനരഹിതമാകുമെന്നാണ് എഗ്ഡിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. മൈക്രോസോഫ്റ്റ് തന്നെ 2017 പുറത്തിറക്കിയ ടീംസ് ആപ്പ് സ്കൈപ്പിന് കനത്ത വെല്ലുവിളിയായിട്ടുണ്ട്. വർക്ക് സ്പേസ്, ചാറ്റ്, വീഡിയോ കോൺഫറൻസിംഗ്, ഫയൽ സ്റ്റോറേജ് തുടങ്ങിയ ഓപ്ഷനുകൾ മൈക്രോസോഫ്റ്റ് ടീംസിലുണ്ട്. സ്കൈപ്പ് അടച്ചുപൂട്ടിയാൽ ഉപയോക്താക്കൾ മൈക്രോസോഫ്റ്റ് ടീംസിലേക്ക് ചേക്കേറേണ്ടി വരും. ലോകത്തിലെ ആദ്യ വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനങ്ങളിലൊന്നാണ് സ്കൈപ്പ്. 2003 സ്കൈപ്പ് ലോഞ്ച് ചെയ്യുന്നത്. നിക്ലാസ് സെറ്റ്സ്ലോം, ജാനസ് ഫ്രീസ് എന്നീ വ്യവസായ സംരംഭകരായിരുന്നു ഈ വീഡിയോ ടെലിഫോണി പ്ലാറ്റ്ഫോമിന്റെ ശില്പികൾ. വീഡിയോ കോൺഫറൻസ്, വോയിസ് കോൾ, ഇൻസ്റ്റന്റ് മെസ്സേജിംഗ്, ഫയൽ ട്രാൻസ്ഫർ സേവനങ്ങൾ എന്നിങ്ങനെയാണ് സ്കൈപ്പ് ഉപയോക്താക്കൾക്ക് നൽകി വന്നിരുന്നത്. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.